സീരിയസ് ആക്ഷൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇത് ഞാൻ സാധാരണ ഇതിന്റെ ചാനലാണ്, പക്ഷെ ഞാൻ സാധാരണ ശരി വെൽക്കം ബാക്ക്. MPL കുറെ ഗെയിം ഞാൻ MPL 30,000 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. ഓ കുറച്ചുകൂടി വേണോ? ഞാൻ MPL 30,000 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. വിൻ ചെയ്ത ക്യാഷ് കൊണ്ട് ഞാൻ ഊട്ടി കുനൂർ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കും. ഇതിലാരെന്ത് ഇന്റർവ്യൂ അവർക്ക് കൊടുക്കുക? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഹായ്, എൻ്റെ പേര് ഷാദ്. ബേസിക്കലി ഞാൻ സൈലം ലേണിംഗിൽ സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ ലീഡ് ഫൗണ്ടേഴ്സ് ഓഫീസിലുള്ള റോളാണ് പ്രൈമറിലി വർക്ക് ചെയ്യണത്. കഴിഞ്ഞില്ലേ പറഞ്ഞേ കഴിഞ്ഞു, ബാക്കി പറയും. എന്റെ പേര് ഷാമിൽ. പുതിയ ഹായ് എവ്രിവൺ. അല്ല ഫസ്റ്റ് 3, 2, 1 സീരിയസ്. ഹലോ എവ്രി വൺ. സോ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു വീഡിയോന്ന് കുറച്ച് ഡിഫറൻസ് വരുത്തി ഒരു പുതിയ കോൺസെപ്റ്റ് ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ആ കോൺസെപ്റ്റിൻ്റെ തന്നെ ഒരു ബേസിക് വേർഷനാണ്. ഒരു MVP സാധനം, എന്താ നമ്മളെ വീടാണിത്, ആൻഡ് ഒരു ബേസിക് സാധനം ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ റാഷിദ്, സലീലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മളെ ഈ സീരീസിൻ്റെ പേര് പറയണത് എന്ത് തേങ്ങയാണ്. അത് നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് ക്രെഡിറ്റ് കാർഡ്. സോ എന്ത് തേങ്ങയാണ് ക്രെഡിറ്റ് കാർഡ്, ഓർ എന്ത് തേങ്ങയാണ് AI, ഓർ എന്ത് തേങ്ങയാണ് ഏജൻസി. കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അൾട്ടിമേറ്റ് ലേണിംഗ് ആയിരിക്കും ഇത് വാച്ച് ചെയ്യണ എല്ലാ ആൾക്കാർക്കും. മോർ ഇൻ ടു ക്രിസ്പ് ഷാർപ്പ് ഇൻഫോ ഷെയർ ചെയ്യുക, ഓർ എൻ്റർടൈനിങ്. നമ്മളെ ബിൽഡേഴ്സ് ഹൗസ് ആണിത്. ഇവിടെ നടക്കുന്ന ഓവറോൾ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് പറയുകയാണെങ്കിൽ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ക്രെഡിറ്റ് കാർഡ്? അതാണ് നമ്മളെ ആദ്യത്തെ ഡിസ്കഷൻ, അല്ലെങ്കിൽ ഓവറോൾ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഷാമിൽ ഇസ് എ ക്രെഡിറ്റ് കാർഡ് യൂസർ. അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടില്ല, വെറുതെ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. ശരിക്കും കുറേ ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്, കുറേ ആൾക്കാർ ലോക്കാണ്. അപ്പോൾ ആ ഒരു ഓവറോൾ ഐഡിയയിൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇഫ് നിങ്ങളൊരു 20-year-old 25-year-old ആണെന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഓവറോൾ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനിലാണ് ശരിക്കും ഈ ഒരു കോണ്ടന്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഷാമിലെ, എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഞാൻ എൻ്റെ 18 വയസ്സിലാണ് ക്രെഡിറ്റ് കാർഡ് ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അതിന് കിട്ടാൻ കാരണം ബിക്കോസ് ഞാൻ അസോസിയേറ്റഡ് ബാങ്കിനെ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്തിട്ടു. ലൈക്ക് ഞാൻ ഡെബിറ്റ് കാർഡ് എടുക്കാൻ കാരണം തന്നെ ഐ വോണ്ടഡ് എ ക്രെഡിറ്റ് കാർഡ്. മേജർ റീസൺ വാസ് ബിക്കോസ് ഐ വോണ്ടഡ്, എനിക്ക് ഗ്ലോബലി കുറച്ച് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു എനിക്കറിയണേ. അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഐ നീഡ് എ ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് വെച്ച് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള പേപാൽ വൈസ് അങ്ങനെ സാധനങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. So that is the start. ഓക്കെ, അങ്ങനെ ഈ ഇപ്പം എത്ര വർഷമായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്? 3-4 years ആയിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഒരു ഐഡിയയിൽ വാട്ട് ഈസ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഞാൻ പറയാം. സോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബേസിക്കലി ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലോണാണ്. ആ ലോൺ ഒരു കാർഡ് രൂപത്തിലാണ് ശരിക്കും നമുക്ക് തരുന്നത്. അതിൽ ഇപ്പോൾ ലെറ്റ്സ് ഞാൻ ഷാദ് എന്നുള്ള പേഴ്സൺ ആണ് ഒരു ക്രെഡിറ്റ് കാർഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലിമിറ്റ് ഉണ്ടാവും. ഒരു 50,000, 60,000, 1 lakh, 2 lakh, 5 lakh എനിക്ക് ലിമിറ്റ് ഉണ്ടാവും. ബേസ്ഡ് ഓൺ എൻ്റെ ക്രെഡിറ്റ് സ്കോർ, എൻ്റെ സാലറി, അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻ്റെ ഫൈനാൻഷ്യൽ എലമെൻസിൻ്റെ ബേസ്ഡ് എനിക്കൊരു ലിമിറ്റ് തരും. ആ ലിമിറ്റ് എനിക്ക് യൂസ് ചെയ്യാം ആസ് ക്രെഡിറ്റ്. അതായത് എനിക്ക് കടം വാങ്ങിക്കാം ബാങ്കിൻ്റെ അടുത്ത് നിന്ന്. ദെൻ ഒരു പീരീഡിൽ എനിക്കത് തിരിച്ചു കൊടുക്കണം. അതിനുള്ളൊരു ടൂളാണ് ബേസിക്കലി ക്രെഡിറ്റ് കാർഡ്. അതിലെന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? വെൻ യു സെഡ് അൺസെക്യൂർഡ് എന്നുള്ള സാധനം പറഞ്ഞില്ല, ശരിക്കും അൺസെക്യൂർഡ് അല്ല. കാരണം എന്താ വെച്ചാൽ ഒരു നല്ല ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡ്സ് എലിജിബിലിറ്റി ഒരു കൊടുക്കുള്ളൂ. സോ ഇറ്റ്സ് ആക്ച്വലി ദേ ഹാവ് ദ സെക്യൂരിറ്റി. ഒന്നില്ലെങ്കിൽ ആ ബാങ്കിൽ തന്നെ ഡെബിറ്റ് കാർഡ് വേണം, അവർക്ക് ആ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടുള്ളൂ. ഓക്കെ. സോ ഐ ഹോപ്പ് ക്രെഡിറ്റ് കാർഡ് എന്താണ് എന്നുള്ളതിൽ ഓൾറെഡി ആ കാർഡ് കണ്ടിട്ടുണ്ടാവും, ബട്ട് അതിന്റെ ബാക്ക് എൻഡ് എന്താണെന്നുള്ളതിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നൗ 3 ബെനിഫിറ്റ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡ് എന്തൊക്കെ പറയും? യു ആർ ഗെറ്റിംഗ് ഒരു 50 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് ലോൺ വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതെന്തിനും യൂസ് ചെയ്യാം. ടു പേ ഫോർ ഗ്രോസറീസ് ആണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളെ ഞാനൊരു ക്രെഡിറ്റ് കാർഡ് എടുത്താൽ എനിക്ക് ആ ക്രെഡിറ്റിലെ എമൗണ്ട് ഒരു 50 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എക്സ്ട്രാ ലോൺ, ഒരു ഇൻട്രസ്റ്റും അല്ലാതെ. ഓക്കെ. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര വാസ്റ്റ് ടോപ്പിക്കാണ്. പക്ഷെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടേമിൽ പറയുകയെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് യു ആർ ഗെറ്റിംഗ് സം പോയിന്റ്സ്.
നിങ്ങൾ ഓരോ സ്പെസിഫിക് കാർഡിനും ഓരോരോ ബെനിഫിറ്റ്സ് ഉണ്ട്. വെദർ ഇറ്റ് ബി നിങ്ങൾക്ക് ഹോട്ടലിൽ പോകുമ്പോൾ ഫ്രീ ആയിട്ട് ആ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ആ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ ലെറ്റ്സ് നിങ്ങൾക്ക് വൗച്ചേഴ്സ് കിട്ടുക, 10,000 റുപ്പീസിൻ്റെ ഷോപ്പിംഗ് വൗച്ചേഴ്സ്, അങ്ങനെ വാസ്റ്റ് ആയിട്ട് കുറേ ബെനിഫിറ്റ്സ് ആത്താൻ. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടുന്ന പോലെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും, ഓർ ക്യാഷ് ബാക്സ് ഓർ പോയിന്റ്സ് ആയിട്ട് വരും. ആ പോയിന്റ്സിന് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അല്ലെങ്കിൽ ഹോട്ടൽസ്, വെക്കേഷൻസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് റെഡീം ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ക്രേസി ക്രെഡിറ്റ് കാർഡ് പോയിന്റ്സ് ഉള്ള ആൾക്കാർ ഫ്രീ ആയിട്ട് ഹോട്ടൽസ് 30,000 വർത്ത് ആയിട്ടുള്ള ഹോട്ടൽസ്, 40,000 വർത്ത് ആയിട്ടുള്ള ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആൻഡ് തേർഡ് ബെനിഫിറ്റ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ഇസ് ആക്ച്വലി നിങ്ങളെ സിബിൽ സ്കോർ കൂടും. ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ കാലത്ത്. കാരണം വെച്ചാൽ അത് കയറി കിട്ടാനും പാടാം. ആ ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങാനുള്ള റീസൺ വാസ് എനിക്ക് സിബിൽ സ്കോർ നല്ലോണം വേണം. അറ്റ് ദ ഏജ് ഓഫ് 21 ഐ ഹാവ് എ സിബിൽ സ്കോർ ഓഫ് അബൌവ് 780. ദാറ്റ് ഈസ് ഗുഡ്. കാരണം എനിക്ക് ഗുഡ് എമൗണ്ട് ഓഫ് ലോണ് കിട്ടും ബാങ്കിൽ നിന്ന്. ആ കിട്ടലൊരു എലിജിബിലിറ്റി വേണമല്ലോ അൺസെക്യൂർഡ് ലോൺ കിട്ടാൻ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ബെനിഫിറ്റ്സ് ഓഫ് ഹാവിങ് എ ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് സിസ്റ്റത്തിന് നമ്മളെ പേരിലുള്ള ഒരു മാർക്കാണ്. യെസ്, ആ മാർക്ക് കൂടാനായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്യും, റൈറ്റ്? ഓക്കെ, നൗ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 3 ബെനിഫിറ്റ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡ്. കമ്മിങ് 3 കോൺസ് ഓഫ് ക്രെഡിറ്റ് കാർഡ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഇത് എനിക്കുണ്ടായ ശരിക്കും മൈ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഉണ്ടായ സംഭവമാണ്. ഇനീഷ്യൽ ഫേസിൽ ഞാൻ ഐ യൂസ് ടു സ്പെൻഡ് എ ലോട്ട് മോർ. കാരണം എനിക്ക് കുറേ പൈസ വെറുതെ ബാങ്ക് തരുന്നുണ്ട്, പക്ഷെ അത് തരുന്നത് തിരിച്ചടക്കണം എന്നുള്ള മെൻറ്റാലിറ്റി എനിക്ക് ഉണ്ടാവില്ല. പക്ഷെ അത് ഉണ്ടാണ്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ മേടിക്കണം, പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി അവസാനം ഓടും, പിന്നീട് അടക്കാന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ പൈസ എടുക്കും, പക്ഷെ അവസാനം ലോക്കാവും. സോ ബേസിക്കലി ഓവർ സ്പെൻഡിങ് ക്യാപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവും, അത് നമ്മൾ യൂസ് ചെയ്ത് പോകും. അതെ, അതിന്റെ കാരണം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ബാങ്ക് ഒരു 45 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് പൈസ തരാം. അപ്പൊ 45 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയല്ലോ എന്നുള്ള തോട്ട് പ്രോസസ് ആണ്. അത് എന്തായിക്കോട്ടെ, അല്ലെ കോളേജിൽ ഫ്രണ്ട്സുകളോട് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴായിക്കോട്ടെ, നമ്മൾ വെറുതെ മാളിൽ ഇറങ്ങുമ്പോൾ ഷോപ്പിംഗ്, അവിടുത്തെ അപ്പുറത്തെ ഒരു ഷൂ കാണുന്നു, നമുക്കത് വാങ്ങാനുള്ള കേപ്പബിലിറ്റി ഇല്ല, പക്ഷെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഒരിക്കൽ പിന്നെ കൊടുത്താൽ പോലെ. സെക്കൻഡ് കോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നിങ്ങൾ ഈ സാധനം ചെയ്ത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അതിൻ്റെ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റില്ല, അമൗണ്ട് പേ ചെയ്യാൻ പറ്റില്ല. പിന്നുള്ള മാസങ്ങളിൽ വരുന്ന ഇൻട്രസ്റ്റ് ഇസ് ഗോയിങ് ടു 30% മുകളിലാണ് ഇൻട്രസ്റ്റ്. ഇറ്റ്സ് ഗോയിങ് ടു നിങ്ങളൊരു ട്രാപ്പിലേക്ക് അല്ലെങ്കിൽ ജയിലിട്ട പോലെ ആയിരിക്കും. ആ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ നിങ്ങൾ പിന്നെ ഓടിയായിരിക്കും. ഇതൊരു ഹൈ ഇൻട്രസ്റ്റ് ആണ് കമ്പയർഡ് ടു എവറിത്തിങ് എൽസ്. നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ള ലോൺസ് ആയിക്കോട്ടെ, വേറെ എന്ത് സാധനം നിങ്ങൾ കടെടുക്കണം ആയിക്കോട്ടെ, ഇറ്റ്സ് ഹ്യൂജ് നമ്പർ. ക്രെഡിറ്റ് കാർഡിന് ഇൻട്രസ്റ്റ് പറയുന്നത് ഹ്യൂജ് ആണ്. യെസ്, അതൊരു കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അതായത് കോമ്പൗണ്ടഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 ലക്ഷമാണ് എനിക്ക് പേ ആണുള്ളതെന്നുണ്ടെങ്കിൽ ആദ്യം 1,00,000 ഒരു 40% എനിക്ക് ലൈക്ക് എന്താ പറയാ ഇൻട്രസ്റ്റ് ആയിട്ട് കയറി. അപ്പൊ 1,40,000 ആയി. അടുത്ത 1,40,000 40% എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അത് തേർഡ് മന്ത് ഫോർത്ത് മന്ത് നീളും തോറും ട്രാപ്പിലേക്ക് പോകും. തേർഡ് അത് ശരി കറക്റ്റ് അല്ലേ, ഉറപ്പല്ലേ? അത് 40%. അല്ല കോമ്പൗണ്ടഡ് ആണ് ഉണ്ടാവുക എന്നുള്ളത് എനിക്കൊരു സംശയം. അങ്ങനെ കോമ്പൗണ്ടഡ് ആയി പോകുന്നുള്ളത്. Is credit card interest compounded, which means like you have 1 lakh you have to pay this month, then you have an interest rate, you get an interest rate of let's say 15%. Then next month a total of this interest and principal, basis on that it's getting again interest. Is that it, or is the interest not calculated to the principal? ഒരു സാധനം അറിയില്ലെങ്കിൽ നമ്മൾ അപ്പം പഠിച്ചെടുക്കുക എന്നുള്ളത് മൈൻഡ് സെറ്റ്. Yes, 1 lakh is your example, but also unpaid interest from your previous billing cycle. That make credit card debt so expensive. ഒരു തേർഡ് എന്താ പറയുക കോൺ പറയുകയാണെങ്കിൽ ഇത് ഞാൻ പേഴ്സണലി കുടുങ്ങിയൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പൈസ അടക്കാൻ ഉണ്ടാവില്ല, ഞാൻ മിനിമം ഡ്യൂ അടച്ച് അടുത്ത മാസത്തേക്ക് മിനിമം ഡ്യൂ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. യെസ്, ക്രെഡിറ്റ് കാർഡിൽ എന്ന് വെച്ചാൽ 30,000 നിങ്ങൾക്ക് പേബിൾ ആണ് ഈ മാസം എന്നുള്ളത്. ഓക്കെ, ബട്ട് ബാങ്ക് വിൽ സേ നിങ്ങൾ 4,000-5,000 അടച്ചാൽ മതി, ദാറ്റ് ഈസ് യുവർ മിനിമം ഡ്യൂ. ബട്ട് ആ റിമൈൻഡർ ഓഫ് 25,000 നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒരു ചാർജ് ചെയ്യും ആ പ്രിസീഡിങ് മന്തിൽ. പക്ഷെ അത് നമ്മളത് ആലോചിക്കൂല. നമ്മളെ മിനിമം ഡ്യൂ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം കഴിച്ചില്ലാതെ നോക്കും, എന്നാൽ അടുത്ത മാസം ഹ്യൂജ് കോമ്പൗണ്ട് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാത്തൊരു നമ്പറിലേക്ക് അത് എത്തും. യെസ്, ഓക്കെ, ഇതൊക്കെ കോൺസ് ഓഫ് ക്രെഡിറ്റ് കാർഡാണ്. ആൻഡ് ഐ തിങ്ക് ഞാൻ ബേസിക്കലി ക്രെഡിറ്റ് കാർഡ് യൂസർ അല്ല, പക്ഷേ ഞാൻ 1 മന്തോ 2 മന്തോ ഷാമിലിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് ബേസിക്കലി ഞാൻ യൂസ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് നെവർ റെക്കമെൻഡഡ്. നമ്മൾ ഫ്രണ്ട്സിന് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക എന്നുള്ളത് അനദർ സം പ്രോബ്ലം ആണ്. ബട്ട്
എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ശരിക്കും ക്രെഡിറ്റ് കാർഡ്സിൽ വരാനായിട്ടുള്ള ചാൻസ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്? ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് 50,000 ആണ് എനിക്ക് ലിമിറ്റ് ഉള്ളതെന്ന് വിചാരിക്കാം. അതായത് എനിക്കൊരു അടുത്ത 45 ദിവസത്തേക്ക് 50,000 റുപ്പീസ് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടും എന്ന് വിചാരിക്കാം. ആ 50,000 ഞാൻ യൂസ് ചെയ്യാന്നുള്ളത് 100% യൂട്ടിലൈസേഷൻ ആണ്. വിച്ച് മീൻസ് ക്രെഡിറ്റ് സിസ്റ്റത്തിന് മനസ്സിലാവുക എന്നുള്ളത് നമ്മൾ ഈ ക്രെഡിറ്റുകളോട് കൂടുതൽ ഡിപ്പെൻഡഡ് ആണ് എന്നുള്ളതാണ്. അത് നമ്മളെ സിബിൽ സ്കോറിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഐഡിയലി ഞാൻ മനസ്സിലാക്കുന്നത് 20 to 30% ഓഫ് ദ ക്രെഡിറ്റ് ലിമിറ്റ് ആണ് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഐഡിയൽ, റൈറ്റ്? അപ്പോൾ 50,000 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 20%, 10,000 15,000 ആയിരിക്കും ഒരു ഐഡിയൽ ക്രെഡിറ്റ് ഗ്രാബ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഒരു മിസ്റ്റേക്ക് ആൾക്കാർ ഉണ്ടാക്കുന്നതായിരിക്കും. എഗെയിൻ ഞാൻ ഇതൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് എടുത്തിരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ലെൻഡിങ് യുവർ ക്രെഡിറ്റ് കാർഡ് ടു അതർ പീപ്പിൾ. ഞാൻ കുറേ ഫ്രണ്ട്സ് ആൾക്ക് ലൈക്ക് അവർക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി EMI ലെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഓരോ ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ഡിപ്പെൻഡ് ആയതുകൊണ്ടാണ്. ഓർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുണ്ടാവില്ല ബാങ്കിൽ നിന്ന്, സോ ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ അവർ ക്രെഡിറ്റ് കാർഡ്. പിന്നെ EMI കേപ്പബിൾ ആണോ എന്നുള്ളത് ഒരു അഷ്യൂർഡ് അല്ല, ബട്ട് ദേ വോണ്ട് ടു മേക്ക് ദാറ്റ് പർച്ചേസ്. അപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയും ചെയ്യും. നോ പറയാൻ വയ്ക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നോക്കാവും, വി ഹാവ് ടു പേ ദ മണി. ഇൻ കേസ് ഒരു EMI മുടങ്ങി കഴിഞ്ഞാൽ പണി മൊത്തം നമുക്ക് കിട്ടും. യെസ്. ഓക്കെ, അനദർ സാധനം, ഞാനിത് ദാറ്റ് ക്രെഡിറ്റ് കാർഡ് ഗൈ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ ഇട്ടു. അപ്പോൾ ഫൈനാൻഷ്യൽ ചാരൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ കണ്ടാണ്. ദാറ്റ് ഇസ് ക്രെഡിറ്റ് കാർഡിൻ്റെ പോയിന്റ്സ് റെഡീം ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വെച്ചപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഓർ വേറെ എന്തെങ്കിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ ഡയറക്ട്ലി ചൂസ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീനെക്കാളും മേ ബി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വേറെ ആംഗിൾസിൽ ഉണ്ടായിരിക്കാം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മിസ്റ്റേക്സ് ഇങ്ങനെ കുറച്ചുകൂടി പോയിട്ട് ഒരു 20 വയസ്സുള്ള ആളാണ് ഈ വീഡിയോ കാണുന്നത്, ഓർ 25 വയസ്സുള്ള ആളാണ്, ഓർ 30 years old ആണ് ഈ വീഡിയോ കാണുന്നത്. ഇതുവരെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല. എങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് ചൂസ് ചെയ്യണം, എങ്ങനെ ക്രെഡിറ്റ് കാർഡ് ജേർണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം, ലൈക്ക് ഏത് പാത്തിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അതിൻ്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ഫൈനാൻഷ്യൽ ഹൈജീൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഫൈനാൻസ് പ്രോപ്പറായി മാനേജ് ചെയ്യാനായിട്ട് അറിയുന്ന ഒരാളാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ്ലി പറയാം, നമുക്കൊരു എമർജൻസി ഫണ്ട് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതായത് ഇൻ കേസ് ഓഫ് എനിത്തിങ് എമർജൻസി ഹാപ്പൻ ചെയ്യണമെങ്കിൽ ഫൈനാൻസ് റൂൾ പ്രകാരം നമ്മുടെ മന്ത്ലി എക്സ്പെൻസിന്റെ 3 to 6 മടങ്ങാണ് എമർജൻസി ഫണ്ട്. അത് നമ്മളെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു സേഫ് പ്ലേ ആണ്. ആൻഡ് അടുത്തത് ക്രെഡിറ്റ് കാർഡിനെ ഇഫ് യു ആർ സീയിങ് ലൈക്ക് എനിക്ക് ഒരു സാധനം വാങ്ങി ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതിയല്ലോ എന്നുള്ള മൈൻഡ് സെറ്റിലാണെങ്കിൽ നെവർ ഗോ ഫോർ എ ക്രെഡിറ്റ് കാർഡ്. യൂസ് ക്രെഡിറ്റ് കാർഡ് ലൈക്ക് എ ഡെബിറ്റ് കാർഡ്. ഇപ്പം എൻ്റെ അടുത്തൊരു ഡെബിറ്റ് കാർഡ് ഉണ്ട്, ഞാൻ അതിലൂടെ എല്ലാ മാസവും 10,000 സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ഫൈനാൻഷ്യലി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ആളാണ്. ആ 10,000 ഞാൻ സ്പെൻഡ് ചെയ്ത് വിചാരിച്ചു എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഞാനത് ക്രെഡിറ്റ് കാർഡ് വെച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ഐ ഗെറ്റ് പോയിന്റ്സ്, ഐ ഗെറ്റ് ക്യാഷ് ബാക്സ്, ഐ ഗെറ്റ് റിവാർഡ്സ്. സോ യൂസ് ക്രെഡിറ്റ് കാർഡ് ലൈക്ക് എ ഡെബിറ്റ് കാർഡ്, ദെൻ ഇറ്റ്സ് ഫൈൻ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ നിങ്ങളെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് എങ്ങനെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് റിസർച്ച് ചെയ്യാം, ഏത് ക്രെഡിറ്റ് കാർഡ് എടുക്കണം? ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ടു റിസർച്ച്/ലേൺ അബൌട്ട് ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ ഞാൻ ക്രെഡിറ്റ് കാർഡ് ഗൈ സജസ്റ്റ് ചെയ്യുള്ളൂ. ആളുടെ പിൻ റീൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഇതുവരെ ക്രെഡിറ്റ് കാർഡ് എടുക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ് വെച്ച് ലൈക്ക് മേ ബി ബിസിനസ് മണി ബാക്ക് ഉണ്ടാവും, HDFCൻ്റെ, ദെൻ സിംപ്ലി സേവ് ഉണ്ടാവും, SBIയുടെ, അങ്ങനത്തെ കുറച്ച് സ്റ്റാർട്ടർ കുറേ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. എന്താ അതിൻ്റെ ഡിഫറൻസ്? അപ്പോൾ ഡിഫറൻസസ് ഇനീഷ്യലി ഒന്നും വലിയ ഡിഫറൻസ് ഇല്ല. ക്രെഡിറ്റ് കാർഡ് ഞാൻ മനസ്സിലാക്കിയത് ദർ ആർ 2 മേജർ സാധനങ്ങൾ. ഒന്ന് റൂപേ കാർഡ്, മറ്റേത് മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ കാർഡ്. അപ്പോൾ ഇത് റൂപേ കാർഡ് ഇസ് ലൈക്ക് ബേസിക്കലി നിങ്ങളുടെ QR സാധനങ്ങൾക്ക് വേണ്ടി, UPI പേയ്മെൻറ്റ്സിന് വേണ്ടി. മറ്റേത് ഓൺലൈൻ ട്രാൻസാക്ഷൻ / നിങ്ങൾക്ക് ഹ്യൂജ് ട്രാൻസാക്ഷൻസ് ചെയ്യണമെങ്കിൽ അതിന്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ അത്. സോ ദാറ്റ്സ് ബേസിക്കലി 2 ക്രെഡിറ്റ് കാർഡ്സ്. നിങ്ങൾ സ്റ്റാർട്ട് വിത്ത് റൂപേ കാർഡ് ആൻഡ് ബേസിക്കലി സ്റ്റാർട്ട് ബിൽഡിങ് യുവർ സിബിൽ സ്കോർ / ക്രെഡിറ്റ് സ്കോർ. ദാറ്റ് ഈസ് എ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഗൈ എന്നുള്ളൊരു പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബയോയിൽ ലിങ്ക് ഉണ്ട്. യെസ്, ക്രെഡിറ്റ് കാർഡ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ബേസിക്കലി അതിലുള്ള ലിങ്ക്സിലുള്ള ക്രെഡിറ്റ് കാർഡ്സ് മൊത്തം ബെസ്റ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ ബെസ്റ്റ് കാർഡ്സ് ആയിരിക്കും. അവൻ്റെ ഒരു റീലുണ്ട്, ആ റീലിൽ
നല്ല സിമ്പിൾ ബാങ്ക്സ് പറയും. ആ സിമ്പിൾ ബാങ്ക്സിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡെബിറ്റ് അക്കൗണ്ട് എങ്കിലും ഉണ്ടാവും. അപ്പൊ ആ ബാങ്കിനെ വിളിച്ചാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്. അതായത് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഞാൻ ക്രെഡിറ്റ് കാർഡ് എൻ്റെ അടുത്ത് ഇതുവരെ ക്രെഡിറ്റ് കാർഡ് ഇല്ല. എനിക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയി. അപ്പോൾ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡെബിറ്റ് അക്കൗണ്ട് ഉള്ള ബാങ്കിലല്ല ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തത്. എനിക്ക് ഇതുവരെ ഒരു സിബിൽ സ്കോർ ഇല്ല. അപ്പൊ ഈവൻ നിങ്ങൾക്ക് സാലറി പാക്കേജ് വെച്ചിട്ട് എനിക്ക് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സിബിൽ സ്കോർ ഇല്ലാത്തത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ റിജക്റ്റഡ് ആണ്. അപ്പോൾ ഏറ്റവും ഈസി ഫസ്റ്റ് നമ്മൾ സിബിൽ സ്കോർ ബിൽഡ് ചെയ്യാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, നമ്മളെ സാലറി അക്കൗണ്ട്, മേ ബി സാലറി അക്കൗണ്ട്, നമുക്ക് സാലറി വരുന്നൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാം. ഫ്രീ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊന്നും നോക്കണ്ട. അതൊരു 6 മാസം സ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാം. ആ ഇനീഷ്യൽ നമ്മളെ സിസ്റ്റത്തിന് നമ്മൾ ഇതിന് ഓക്കെ ആണ്, നമ്മൾ പേ ബാക്ക് ചെയ്യുന്ന ഫൈനാൻഷ്യലി പ്രോപ്പർ മാനേജ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ദെൻ സാമന് പറഞ്ഞാൽ എന്താ, ഓരോ ആവശ്യങ്ങൾക്കായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് ബിൽഡ് ചെയ്യാം, ഡൈവേഴ്സിഫൈ ചെയ്ത് ബിൽഡ് ചെയ്യാം. വൺ മോർ തിങ് ഞാൻ ഒരു ഡിസ്ക്ലെയിമർ ആഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതൊരു 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ആവില്ല. ഞാനിപ്പോഴും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സിലേക്ക് എത്തിയിട്ടില്ല. ഐ സ്റ്റിൽ ഓൺലി യൂസ് 2 cards ബിക്കോസ് എൻ്റെ ഇൻകം അത്രേ ഉള്ളൂ, എനിക്ക് അത്ര സ്പെൻഡ് ചെയ്യാനുള്ളൂ. നിങ്ങൾ ഹ്യൂജ് ഇൻകത്തിലേക്ക് എത്തുമ്പോഴും ഓരോരോ കാറ്റഗറിയിൽ സ്പെസിഫിക് ആയിട്ട് ഇത്ര സ്പെൻഡ് ചെയ്യുമ്പോഴും മാത്രമേ ഉള്ളൂ. ഇറ്റ് വിൽ ടേക്ക് 8 years 10 years. ആ ഒരു ടൈം ലൈൻ നിങ്ങൾ മനസ്സിൽ കണ്ടോളൂ. ബട്ട് ലോങ് ടേം ഇറ്റ്സ് എ ഹ്യൂജ് ഗെയിം. ഓക്കെ, നമ്മൾ ഏകദേശം വിചാരിച്ച പോയിന്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബേസിക്കലി നമ്മൾ ഉദ്ദേശിച്ചത് പ്യുവർ വാല്യൂ പാക്ഡ് ഇതിലുള്ള സംസാരിച്ച് എനിക്ക് തോന്നുന്ന ഓരോ പോയിന്റ്സും അടിപൊളി സാധനങ്ങളാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് നോട്ട്സ് എടുക്കാൻ വേണ്ടി പറ്റുന്ന പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുക, ആ പോയിന്റ്സ് നിങ്ങളെ നോട്ട്സ് എടുക്കുക, അത് നിങ്ങളെ ലൈഫിലേക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഹോൾ മോട്ടീവ്. കുറേ ഡിസ്കഷൻസ് ഇല്ല, കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യില്ല. ജസ്റ്റ് എന്ത് തേങ്ങയാണ് ക്രെഡിറ്റ് കാർഡ് സാധനം ഓർ ക്രെഡിറ്റ് കാർഡ് സ്റ്റാർട്ടിങ്. വിൽ സീ യു ഇൻ another video. Thank you so much.